coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനുകാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ, കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ, കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒത്തിരിയേറെ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നത്. റേമ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഷെക്കേന ടെലിവിഷൻ വഴിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ, വിവിധങ്ങളായ നിയോഗങ്ങളും ആവശ്യങ്ങളുമായിട്ടാണ് ദൈവസന്നിധി നമ്മളെല്ലാം വന്നിരിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാവട്ടെ, യേശു ക്രിസ്തു നമ്മുടെ ആവശ്യങ്ങളെക്കാൾ എത്രയോ മതിയായവനാണ്. അവിടുന്ന് സർവാധിപനും സർവശക്തനുമായ ദൈവമാണ്. ഈ സമയം ടെലിവിഷനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിയോഗങ്ങളൊക്കെ സന്ദേശമായിട്ട് അയക്കാം. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലേക്കും നമ്മുടെ നിയോഗങ്ങൾ ആവശ്യങ്ങളൊക്കെ സന്ദേശമായിട്ട് നമുക്ക് അയക്കാവുന്നതാണ്. ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവശക്തി നമ്മുടെ മധ്യയെ പരിവർത്തിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കി തരികയാണ്. പൂർണ്ണമായും കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക. ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാൻ പോവാണ്. 115 സങ്കീർത്തനം 12 തിരുവചനം നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. കർത്താവിൻ്റെ തിരുവെഴുത്ത് പറയുകയാണ്, നമ്മെക്കുറിച്ച് കർത്താവിനെ വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. എന്തുമാത്രം ആശ്വാസം തരുന്ന വചനമാണിത്. നമ്മുടെ പലരുടെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് വിചാരിക്കാൻ, എന്നെക്കുറിച്ച് പറയുവാൻ, എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ, എനിക്ക് വേണ്ടി ഇടപെടുവാൻ ആരുമില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. കർത്താവ് ഉറപ്പ് തരികയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. നമ്മുടെ ദുഃഖങ്ങള്, വേദനകള്, നൊമ്പരങ്ങള്, നമ്മൾ അനുഭവിക്കുന്ന രോഗപീഠകള്, വിവിധങ്ങളായ ഞെരുക്കങ്ങള്, കഷ്ടതകളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം
കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, നമ്മൾ നേരിടുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളെക്കുറിച്ച് കർത്താവ് വിചാരിക്കുന്നുണ്ട്. അവിടെ നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് നമ്മളെ തകർക്കുവാനും നശിപ്പിക്കുവാനും ഇരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ വിശ്വസ്തയോടെ പരിപാലിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവം, ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾ ആശീർവദിക്കുന്നവനാണ്. ഐ വിൽ ബ്ലെസ് യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് തരുന്ന ഈ ഉറപ്പിൽ പൂർണ്ണമായും നമുക്ക് ഹൃദയം ഉറപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 14-15 തിരുലിഖിതങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റും. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ലിദിയയുടെ ഹൃദയം തുറക്കപ്പെടുകയാണ്. ലിദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുകയാണ്. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ലിദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അവൾ കുടുംബസമേതം മാമൂദി സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെടുകയാണ്. കർത്താവ് ഹൃദയം തുറക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കി തരണമേ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ കർത്താവേ പരിഹാരം തരണമേ. നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നു? നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുവാൻ ശക്തനാണ് കർത്താവായ യേശു. ഹൃദയം തുറക്കുവാൻ, ജീവിതങ്ങൾ കർത്താവിൻ്റെ ആത്മാവിനാൽ പൂരിതമാകാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ജെറമിയ പ്രവചനം 31-ാം അധ്യായം 16-ാം വചനത്തിൽ ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളെ നോക്കി എന്താണ് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്? മകനെ, മകളെ, നിന്റെ കരച്ചിൽ നിർത്തുക. മക്കളെ കുറിച്ചുള്ള കരച്ചിലാകാം, വിട്ടുമാറാത്ത പ്രതിസന്ധികളെ കുറിച്ചുള്ള കരച്ചിലാകാം, സാമ്പത്തികമായ ബാധ്യതകളെ കുറിച്ചുള്ള കരച്ചിലാകാം, നമ്മുടെ ജീവിതത്തിൽ അടിക്കടിക്കുണ്ടായ പരാജയങ്ങളുടെയും ദുഃഖ ദുരിതങ്ങളെയും കുറിച്ചുള്ള കരച്ചിലാകാം. എന്താ കർത്താവ് പറയുന്നത്? നീ കരച്ചിൽ നിർത്ത്, കണ്ണുനീർ തുടയ്ക്ക്. നിന്റെ കഷ്ടപ്പാടുകൾക്കും നിന്റെ ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം എൻ്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. പ്രതിഫലം നൽകുന്ന ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ ഏത് ആവശ്യവും നിറവേറ്റുവാൻ ശക്തനായ ദൈവം, നിനക്ക് പ്രതിഫലം ലഭിക്കും. നമുക്ക് പൂർണ്ണമായി കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന്, അതരം തുറന്ന് യേശുവേ യേശുവേ യേശു വിളിച്ച് പ്രാർത്ഥിക്കുക. യേശു നാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ്, യേശു നാമത്തിന്റെ അഭിഷേകം മനസ്സിലാക്കി, യേശു നാമത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ വിളിക്കുക. യേശുവേ 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 യേശുവേ. പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവെല്ലാം നിയന്ത്രിക്കട്ടെ. നമുക്ക് അല്പം കരങ്ങൾ ഉയർത്തി നമ്മളായിരിക്കുന്നിടത്ത് ടെലിവിഷൻ വഴിയും ഓൺലൈൻ വഴി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ വിശ്വാസത്തോടെ വിളിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കണം, പൂർണ്ണ ആത്മാവോടെ വിളിക്കണം. കർത്താവിന്റെ നാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് വിളിക്കണം. യേശുവേ. കരങ്ങൾ അല്പം ഉയർത്തി അതരം തുറന്ന് നാവിന്റെ കെട്ടഴിയട്ടെ. ഹൃദയം തുറന്ന് വിളിക്കുന്നു. യേശുവേ. അത്ഭുതങ്ങളുടെ ദൈവമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനെ, പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാക്കുന്നവനെ, ഞങ്ങൾ ദുഃഖ ദുരിതങ്ങളെ ആനന്ദമാക്കുന്നവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ. ജീസസ് ജീസസ് ജീസസ്. യേശു നാമ ശക്തി 10,000-ങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ.
കുടുംബങ്ങളിലേക്ക് ചലിക്കട്ടെ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും യേശു നാമത്തിന്റെ പവർ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ സർവശക്തനായ സകലത്തിനും മതിയായവനായ കർത്താവിന്റെ നാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ ആനന്ദിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ജീസസ്, ജീസസ്, ജീസസ്. യേശുവേ, പൊന്നു കർത്താവേ, ആരാധന. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ആമേൻ. പവർ, പവർ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ. നീ വിശ്വസിച്ച കർത്താവേ, വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. കൃപ തരണമേ, അഭിഷേകം തരണമേ, ജ്ഞാനം തരണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഈശോയേ, എല്ലാവരും ഒരിക്കൽ കൂടി. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ വർഷിക്കണമേ, പതിനായിരങ്ങളിലേക്ക് കൃപ ഒഴുക്കണമേ. അത്ഭുത ഡെലിവറൻസുകൾ, അത്ഭുത ഹീലിംഗ്, അത്ഭുത മാനസാന്തരങ്ങൾ ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. ഈശോയേ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിനെ വിളിച്ച് നമ്മുടെ കുറവുകളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, എല്ലാ നിയോഗങ്ങളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന രോഗപീഠകളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് കർത്താവിന്റെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ തീയായി, ദൈവത്തിന്റെ കാറ്റായി ഞങ്ങളുടെ മധ്യേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികള്, രോഗശക്തികള്, ശാപശക്തികള്, പൈശാചിക ശക്തികള് യേശു നാമത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം ചലിക്കട്ടെ. എല്ലാ 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 തിന്മയുടെ കുരുക്കുകളും അഴിഞ്ഞു മാറി പോകട്ടെ. റിലീസ്, റിലീസ്. കർത്താവേ, ശക്തി പകരണമേ, കർത്താവേ, കൃപ പകരണമേ, കർത്താവേ, അഭിഷേകം പകരണമേ. സകല മുഖങ്ങളും ഒടിഞ്ഞു പോകട്ടെ, ശത്രുവിന്റെ കോട്ടകൾ തകരട്ടെ, പൈശാചിക അടിസ്ഥാനങ്ങൾ ഛിന്നഭിന്നമാകട്ടെ. In the name of Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ഒഴുക്കണമേ, കൃപ പകരണമേ. ഈശോയേ, ഈശോയേ, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, വിശ്വാസവരം നൽകി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സങ്കടങ്ങളും, ഞങ്ങളുടെ ദുരിതങ്ങളും, കഷ്ടപ്പാടുകളും, ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളെല്ലാം അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണം. ശൗസേ പിതാവേ, ഞങ്ങളെ കാക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമേക്കണമേ. സകല വിശുദ്ധരെ മലാഖമാരെ നിങ്ങളുടെ സാന്നിധ്യം നേടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ആവേ 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 മരിയ,
അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. ഈ സ്തുതി ആരാധനയുടെ നിമിഷങ്ങളിൽ അനേകം കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങി വന്നു. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് പല രോഗികളെയും ഈശോ സൗഖ്യമാക്കി. കർത്താവിൻ്റെ ശക്തിയാൽ അനേകം കുടുംബങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നവീകരിക്കുകയായിരുന്നു, പുതുക്കുകയായിരുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ സമയം വചനത്തിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അവസാന വാക്ക് ദൈവത്തിൻ്റെതാണ്. അവസാന വാക്ക് മനുഷ്യരുടേതല്ല, ദൈവമായ കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ വാക്കുകൾക്ക് വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ് സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുകയാണ്. കർത്താവ് സംസാരിക്കുമ്പോൾ പൈശാചിക കോട്ടകൾ തകർന്നു വീഴുകയാണ്. അത്ഭുത സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ സംഭവിക്കുകയാണ്. കർത്താവിൻ്റെ വാക്കുകൾക്ക് ക്രിയേറ്റീവ് പവറുണ്ട്, സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട്. നമുക്ക് ഈ ഒരു വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആലോചനകളെ സ്വീകരിക്കാം. അവസാന വാക്ക് മനുഷ്യരുടേതല്ല, ദൈവമായ കർത്താവിൻ്റെതാണ്. നമ്മളിന്ന് പലരും ദുഃഖിതരും നിരാശിതരുമാണ്. അവരിങ്ങനെ പറഞ്ഞു, മറ്റവരങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി 6 മാസമേ ഉള്ളൂ. ലോകം വിധി എഴുതി, പലരും വിധി എഴുതി, ഇനി ജീവിക്കാൻ പറ്റത്തില്ല, ജീവിതം തീരാൻ പോവാണ്, ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഈ തകർച്ച വിട്ടുമാറില്ല, ഈ രോഗം സുഖപ്പെടുകയില്ല, എൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കുകയില്ല, എൻ്റെ കുടുംബം ഗതി പിടിക്കുകയില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവായ പല വാക്കുകളും കേട്ട് അനേകം മനുഷ്യര് ദുഃഖത്തിലും നിരാശയിലുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. മനുഷ്യരുടെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അവസാന വാക്ക് ദൈവത്തിൻ്റെതാണ്. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് യേശുവിൻ്റെതാണ്. ഇതിനോട് ബന്ധത്തിൽ എന്താ വചനം പറയും? നമ്മുടെ കർത്താവ് ആരാണ് പ്രിയപ്പെട്ടവരെ? ജെറമിയ പ്രവചനം 32-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതമാണ്. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആരാണ് നമ്മുടെ കർത്താവ്? ഈ ചോദ്യത്തിനുള്ള മറുപടി ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ അരൂപി തരികയാണ്. ആലോചനയിൽ വലിയവൻ, ഒരിക്കലും കർത്താവിന് തെറ്റുപറ്റുകയില്ല. അവിടുന്ന് സർവജ്ഞാനിയായ, അവിടുത്തെ ആലോചനകൾ 100% കൃത്യമായിരിക്കും. ആലോചനയിൽ വലിയവനും പ്രവർത്തികളിൽ ബലവാനുമായ ഓൾമൈറ്റി, എൽ ഷദായ്, സർവശക്തനും സർവാധിപനുമായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദര സഹോദരി, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? മനുഷ്യരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ മനസ്സിടിഞ്ഞു പോകരുത്. നമ്മൾ അസ്വസ്ഥപ്പെട്ട് നിരാശരായി മാറരുത്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ നാളുകളിൽ നമുക്ക് കഴിയണം. വീണ്ടും ദൈവത്തിന്റെ വചനം പറയാണ് ലൂക്കായുടെ സുവിശേഷം 1:37. അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ഈ വചനം ഉറക്കെ പ്രഖ്യാപിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? അവർ മാത്രം ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല പ്രിയപ്പെട്ടവരെ. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 14-ാം വചനത്തിൽ വീണ്ടും ദൈവം തന്റെ ദൂത് അറിയിക്കുകയാണ്.
കർത്താവിന്റെ ആത്മാവ് എന്താ നമ്മോട് സംസാരിക്കുന്നത്? അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്ന് ദൈവദൂതന്മാരെ ഈ ആലോചന അബ്രഹാമിനെ അറിയിക്കുകയാണ്. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? ഭയങ്കരമായ ചോദ്യമാണത്. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? ഇന്ന് ഈ ചോദ്യം നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. എൻ്റെ മകനെ, മകളെ, എനിക്ക് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ, നിന്റെ ആവശ്യങ്ങളിൽ, നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ പരാജയങ്ങളിൽ, നിന്റെ ദുഃഖ ദുരിതങ്ങളിൽ, നിന്റെ കഷ്ടപ്പാടുകളിൽ എനിക്ക് ഇടപെടുവാൻ കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഒന്നും തന്നെ ഇല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിനെല്ലാം സാധ്യമാണ്. അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഈ ദൂത് തന്നെയാണ് ജെറമിയ പ്രവചനം 32-ാം അധ്യായം 27-ാം വചനത്തിൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട തിരുവാക്യമാണിത്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ട്. ബുദ്ധി പറയും ഇമ്പോസിബിൾ, ദൈവം പറയാ സാധ്യമാണ്. മെഡിക്കൽ സയൻസ് പറയും ഇനി രക്ഷയില്ല, 4 മാസേ മാക്സിമം ജീവിക്കത്തുള്ളൂ. എന്നാൽ ദൈവമായ കർത്താവ് പറയാ അല്ല അല്ല, ഇനിയും ജീവിക്കും, സാധ്യമാണ്, ഇനിയും സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്. നാട്ടുകാരും വീട്ടുകാരും ഒന്നടങ്കം പറയും നിന്റെ ജീവിതം ഗതികെട്ടുപോയി, നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ദൈവം പറയാ അല്ല, ഇനി അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, എനിക്ക് അസാധ്യമായി യാതൊന്നുമില്ല. കർത്താവിന്റെ ഒരൊറ്റ വാക്കുപോലെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എന്നെ അതിശയപ്പെടുത്തുന്ന തിരുവചനമാണ് 145-ാം സങ്കീർത്തനം, 147-ാം സങ്കീർത്തനം 15-ാമത്തെ വചനം. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ സ്ക്രീനിലോട്ട് നോക്കി വചനം വായിക്കണം. 147-ാം സങ്കീർത്തനം 15-ാമത്തെ തിരുലിഖിതം. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് കർത്താവ് കൽപ്പന അയക്കുക. ഈ കൽപ്പന നിറവേറ്റുവാൻ അതിവേഗതയിൽ ദൈവത്തിന്റെ വചനം പാഞ്ഞു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്ക് സാധിക്കില്ല. വചനത്തിന്റെ പവർ ഇല്ലാതാക്കാൻ ഒരു തിന്മയ്ക്ക് സാധിക്കില്ല. കാരണം വചനം യേശു തന്നെയാണ്. കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അത് സൃഷ്ടിപ്പിന്റെ കൽപ്പനയാണ്, സൗഖ്യത്തിന്റെ കൽപ്പനയാണ്, അനുഗ്രഹത്തിന്റെ കൽപ്പനയാണ്, അഭിഷേകത്തിന്റെ കൽപ്പനയാണ്, നമുക്ക് ആവശ്യമായ നന്മകളെ രൂപപ്പെടുത്തുന്ന കൽപ്പനയാണ്. ഈ കൽപ്പന നിറവേറ്റുവാൻ ദൈവത്തിന്റെ വചനം വേഗതയിൽ, ഇപ്പോൾ ഈ വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം ജീവിതങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, പല വ്യക്തികളിലേക്ക് കർത്താവിന്റെ വചനം അതിവേഗതയിൽ പാഞ്ഞു വരികയാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ, അടയാളങ്ങൾ കൊണ്ടുവരാൻ, സൗഖ്യവും സമാധാനവും പുനഃസ്ഥാപിക്കാൻ. ജീസസ്, ജീസസ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. ഈ വചനങ്ങൾ നിവൃത്തിയാക്കാൻ കർത്താവ് ജാഗ്രതയോടെയാണ് കാത്തിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലോട്ട് വരാം. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ സമയം പല രോഗസൗഖ്യങ്ങൾ വെളിപ്പെടും, അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകും. നമ്മുടെ കടബാധ്യതകളിലേക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകം കർത്താവ് പകരും. നമ്മുടെ തലമുറകളിലേക്ക് അനുഗ്രഹത്തിന്റെ അഭിഷേകം കർത്താവ് പകരും. നമ്മുടെ സങ്കടങ്ങളിൽ, ദുരിതങ്ങളിൽ കർത്താവ് ആശ്വാസത്തിന്റെ തൈലം പുരട്ടും. പ്രാർത്ഥിച്ച് നിങ്ങൾ വചനം വായിക്കണം. മാർക്കോസ് 5:21 എന്താ വചനം പറയുന്നത്? യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. കർത്താവ് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം കർത്താവിനെ കാത്തിരിക്കുകയാണ്. കർത്താവിനെ ഒന്ന് കാണുവാനായിട്ട്, കർത്താവിനെ ഒന്ന് തൊടുവാനായിട്ട്, കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ, കർത്താവിൽ നിന്ന് സൗഖ്യം വിടുതലും സ്വന്തമാക്കുവാൻ,
ജനങ്ങൾ തിക്കി തിരക്കി, നിങ്ങളൊന്ന് വിശ്വാസത്തിൽ അത് ഭാവന കണ്ടേ. യേശുവിനെ തിക്കി തിരക്കി ജനം ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുകയാണ്, കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട്, കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ, കർത്താവിൽ നിന്ന് നന്മകളും കൃപകളും സ്വന്തമാക്കുവാൻ ഇത്തരത്തിലുള്ളൊരു സ്പിരിറ്റ് നമുക്ക് വേണം. അതിയായൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. ഈ ജനക്കൂട്ടം തിക്കി തിരക്കി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രധാന കാര്യം സംഭവിക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വചനമാണ്. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ, ദൈവാത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ ദൈവശക്തി ഇറങ്ങി വരുവാൻ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മെ അറിയിക്കുകയാണ്. 5:22 നമുക്ക് ശ്രദ്ധയോടെ വചനം വായിക്കാം. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ്. കഫർനാമിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ നാളുകളിൽ കഫർനാം അത് വലിയൊരു സിനഗോഗാണ്. ആ സിനഗോഗിന്റെ അധികാരിയായിരുന്നു ജൈറോസ്. ഈ ജൈറോസ് യേശുവിനെ കാണാൻ വരികയാണ്. ഈ സമയത്ത് യഹൂദരുടെ ഇടയിൽ, പ്രത്യേകിച്ച് യഹൂദ നേതാക്കന്മാരുടെ ഇടയിൽ ഈശോയ്ക്ക് വലിയ സ്ഥാനമില്ല. അവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു കർത്താവായ യേശു. എന്നാൽ ജൈറോസ് എന്ന് പറയുന്ന ഈ സിനഗോഗ് അധികാരി താൻ തൻ്റെ എല്ലാ സെറ്റപ്പുകൾ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കാണുവാൻ, തൻ്റെ വേദനയും സങ്കടവും കർത്താവിനെ അറിയിക്കുവാൻ, കർത്താവായ യേശുവിൽ നിന്ന് തൻ്റെ കുടുംബത്തിലേക്ക്, താൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയിലേക്ക് കൃപയെ സ്വീകരിക്കുവാൻ വേണ്ടി തൻ്റെ അധികാരവും തൻ്റെ എല്ലാ സെറ്റപ്പുകളും മാറ്റിവെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ, ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുവാൻ, നമ്മുടെ കണ്ണുനീരുകളിൽ, നമ്മുടെ കഷ്ടപ്പാടുകളിൽ, നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ ദൈവം നമുക്കൊരു തീർപ്പുണ്ടാക്കി തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് നിർമ്മല ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി വരിക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ജൈറോസ് ഒന്ന് ചിന്തിച്ചു നോക്കി. കർത്താവിന്റെ അരികിലോട്ട് ചെന്നാൽ ഈ യഹൂദ നേതാക്കൾ അവനെ ഒറ്റപ്പെടുത്തും. തന്റെ സിനഗോഗ് അധികാര സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. സമൂഹത്തിൽ അവൻ പുറന്തള്ളപ്പെടും. പലവിധ പ്രതിസന്ധികൾ അവന്റെ മുൻപിലുണ്ട്. താൻ ഒറ്റപ്പെടാം, തന്റെ അധികാരം നഷ്ടപ്പെടാം, താൻ ആ നേതൃത്വ സ്ഥാനത്തിൽ നിന്ന് പുറന്തള്ളും. ഇങ്ങനെ 100 പ്രതിസന്ധികൾ മുമ്പിൽ നിൽക്കുമ്പോൾ ജൈറോസിനെ അതൊന്നും വിഷയം. ജൈറോസിന് സുപ്രീം പ്രയോറിറ്റി കർത്താവായ യേശുവായിരുന്നു. ഇന്ന് പലരും കർത്താവിന്റെ അരികിലേക്ക് വരുവാൻ പലർക്കും കഴിയാതെ പോകുന്ന അവരുടെ സുഹൃത്തുക്കളാണ്, ചില ബന്ധങ്ങളാണ്, അവരുടെ ചില ബിസിനസ് ആകാം, ജോലിയാകാം, ചില വ്യക്തികളുമായിട്ടുള്ള ഇടപാടുകളാകാം, എന്തുമാവട്ടെ. കർത്താവിന്റെ അരികിലോട്ട് വരുവാൻ എൻ്റെ സഹോദര സഹോദരി നമ്മെ തടസ്സപ്പെടുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് മാറ്റിക്കളയുവാനുള്ള സമർപ്പണ ബോധം നമുക്കുണ്ടാകണം. ജൈറോസ് തന്റെ സുഹൃത്തുക്കളെക്കാളും തന്റെ അധികാര സ്ഥാനത്തെക്കാളും തന്റെ മറ്റെന്തിനേക്കാളും ഉപരി അവൻ കർത്താവിൽ അഭയം പ്രാപിക്കുകയാണ്. ഒരു സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, സ്വാർത്ഥതയില്ലാത്ത നിഷ്കളങ്കമായ പരിശുദ്ധമായ ഹൃദയത്തോടെ ഈ സിനഗോഗ് അധികാരി കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു. ആരെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ തിരുമുൻപിലേക്ക് വരുന്നുവോ അവരൊരിക്കലും കർത്താവ് നിരാശപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും ദുഃഖങ്ങളും വേദനകളും രോഗപീഠകളും എന്ത് തന്നെയാവട്ടെ, അതിന് നിശ്ചയമായും ഒരു തീർപ്പുണ്ടാക്കും. വിശ്വാസത്തോടെ ശുദ്ധ ഹൃദയത്തോടെ ആരെല്ലാം കർത്താവിനെ തേടുന്നുവോ അവർക്കെല്ലാം കർത്താവ് കൃപയുടെ അടയാളവും അത്ഭുതവുമാണ്. 34-ാം സങ്കീർത്തനം 5-6 വചനങ്ങളിൽ എന്താണ് പരിശുദ്ധാത്മ നമ്മളെ അറിയിക്കുന്ന ആലോചന? 34-ാം സങ്കീർത്തനം 5-6 തിരുവാക്യങ്ങൾ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി,
അവർ ലജ്ജിതരാവുകയില്ല. ആരെല്ലാം വിശ്വാസത്തോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നുവോ അവർ ലജ്ജിതരാകാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടുകയാണ്. 6-ാം വചനത്തിൽ വീണ്ടും എന്താണ് പരിശുദ്ധാത്മ തരുന്ന ആലോചന? ഞാൻ അവിടുത്തെ തേടി, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. അവൻ രക്ഷിക്കുകയും. ഞാൻ കർത്താവിനെ തേടുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളോട് കർത്താവിന്റെ ആത്മാവ് ചോദിക്കുക, ആരെല്ലാം കർത്താവിനെ തേടുന്നുവോ, ആരെല്ലാം നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടുകയാണ്. സകല കഷ്ടതകളിൽ നിന്നും അവരെ വിമോചിപ്പിക്കുകയാണ്. അവരുടെ ദുഃഖ ദുരിതങ്ങൾക്ക് തീർപ്പുണ്ടാക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളെ കർത്താവ് ആശീർവദിക്കുകയാണ്. ജായറോസ് കർത്താവിന്റെ അരികിലോട്ട് എത്തുകയാണ്. രണ്ടാമത് അവൻ എന്താ ചെയ്തത്? കർത്താവിന്റെ അരികിൽ വന്ന് മാർക്കോസിന്റെ സുവിശേഷം 5:22 വീണ്ടും ദൈവത്തിന് ആത്മ പറയുന്നുണ്ട്, അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അവൻ അപേക്ഷിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അതാണ്, ഹംബിൾ ആറ്റിറ്റ്യൂഡ്, താഴ്മയിലേക്ക് വരിക. നമ്മൾ ചിന്തിച്ചു നോക്കി, യേശുവിന് ചുറ്റും 100 കണക്കിന് മനുഷ്യരിങ്ങനെ തിക്കിത്തിരക്കി ജനക്കൂട്ടം നിൽക്കുകയാണ്. ഇതിൽ നല്ലൊരു ശതമാനം വ്യക്തികൾ ജായറോസിനാണ്. അദ്ദേഹം ഒരു വലിയ സിനഗോഗിന്റെ അധികാരിയാണ്. എന്നാൽ കർത്താവിനെ കണ്ടപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എളിമപ്പെടുകയാണ്. അവൻ താഴ്മയുള്ളവനാകുകയാണ്. അവന്റെ എല്ലാ ഈഗോയും, അവന്റെ എല്ലാ സംവിധാനങ്ങളും, അവന്റെ എല്ലാ അധികാര ഭാവങ്ങളും അവൻ മാറ്റിവെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിന്റെ കാൽക്കൽ വീണ് പൊട്ടി പൊട്ടി കരഞ്ഞ് നിലവിളിച്ച് കേണപേക്ഷിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു പ്രവൃത്തിയെ പ്രിയപ്പെട്ടവരെ! താഴ്മയുള്ള മനോഭാവം. ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മോട് കർത്താവ് പറയുന്ന കാര്യം ഇതാ, നമ്മൾ താഴ്മയുള്ളവരാകണം, എളിമയുള്ളവരാകണം. എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിൽ, ആ വെളിപാടിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ജീവിക്കാൻ പറ്റണം. സൗന്ദര്യത്തെക്കുറിച്ച്, കഴിവിനെക്കുറിച്ച്, നമ്മുടെ സാധ്യതകളെക്കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭാര്യ, ഭർത്താവ്, സുഖസൗകര്യങ്ങൾ, സാധ്യതകൾ, ജോലി, ബിസിനസ്, പ്രൊഫഷൻ, ഇതിനെക്കുറിച്ച് അഹങ്കരിക്കാൻ നമുക്ക് വകയില്ല. ഇതെല്ലാം ദൈവമായ കർത്താവിന്റെ ദാനമാണ്. എവരിതിങ് ബിലോങ്സ് ടു ദ ലോർഡ്. എല്ലാം കർത്താവിൻ്റെതാണ്, ഒന്നും നമ്മുടേതല്ല. നമുക്ക് താഴ്മയോടെ ഏറ്റു പറയാം, എല്ലാം കർത്താവിൻ്റെതാണ്, എല്ലാം കർത്താവിൻ്റെതാണ്, ഒന്നും നമ്മുടേതല്ല, ഒന്നും നമ്മുടേതല്ല. ആ ബോധ്യത്തോട് ഒരിക്കൽ കൂടെ എല്ലാവരും ഏറ്റു പറഞ്ഞേ, എല്ലാം കർത്താവിൻ്റെതാണ്, എല്ലാം കർത്താവിൻ്റെതാണ്, ഒന്നും നമ്മുടേതല്ല, ഒന്നും നമ്മുടേതല്ല. കഴിവുകള്, ആരോഗ്യം, മക്കള്, കുടുംബം, ഭാര്യ, ഭർത്താവ്, സഹോദരിമാര്, സഹോദരങ്ങള്, ജോലി, ബിസിനസ്, പ്രൊഫഷൻ, എല്ലാം 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 കർത്താവിൻ്റെതാണ്. പൗലോസ് ഈ സത്യസഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. എന്താണ് പൗലോസിലൂടെ പരിശുദ്ധാത്മ നമ്മോട് പറയുന്നത്? നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? തുളച്ചു കയറണം നമ്മുടെ ജീവിതത്തിലോട്ട്. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? എല്ലാം ദൈവത്തിന്റെ കരുണയല്ലേ? എല്ലാം ദൈവത്തിന്റെ ദാനമല്ല? ഈ ആരോഗ്യം, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഈ കൊറോണ കാലഘട്ടത്തിലെ ഓക്സിജന് വലിയ പ്രാധാന്യമുള്ള സമയമാണ്. എന്തോരം ഓക്സിജൻ നമ്മൾ വലിച്ചു കഴിഞ്ഞു ഇത്രയും വർഷത്തിനുള്ളിൽ. വല്ല പൈസയും മുടക്കിയിട്ടുണ്ടോ? കൊറോണ പിടിപെട്ട് പലരും ICUയിലൊക്കെ കിടന്ന് ഓക്സിജൻ കിട്ടാതെ, ഓക്സിജൻ അതിൻ്റെ അളവ് ഇങ്ങനെ ഹോസ്പിറ്റൽ അധികൃതരെ നൽകി കഴിഞ്ഞപ്പോൾ, ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ലക്ഷങ്ങളാണ് അതിനൊക്കെ മുടക്കിയിരിക്കുന്നത്. പലരും എന്നോട് പറഞ്ഞു, ഇപ്പോഴെ ദൈവത്തിന്റെ ആ കൃപയുടെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാം ഫ്രീ ആയിട്ട് ദൈവം തന്നിരിക്കുകയല്ലേ? എല്ലാം ദാനമാണ്. കുടുംബം, ആരോഗ്യം, കുഞ്ഞുങ്ങള്, ജോലി, ബിസിനസ്, സാധ്യത, എല്ലാം ദൈവത്തിന്റെ കൃപയുടെ കയ്യൊപ്പാണ്.
എല്ലാം ദാനമായിരിക്കും. ദാനമല്ലാത്ത മട്ടിൽ എന്തിനു നമ്മൾ അഹങ്കരിക്കുന്ന പൗലോസ് ചോദിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ താഴ്മയിലോട്ട് വരുമ്പോൾ നമ്മൾ എത്രമാത്രം എളിമപ്പെടുവാൻ തയ്യാറാകുന്നു, അത്രമാത്രം ദൈവകൃപ കൊണ്ട് നമ്മൾ നിറയപ്പെടുകയാണ്. പരിശുദ്ധ മറിയത്തെ ദൈവത്തിന്റെ അമ്മയായി സ്വർഗം തിരഞ്ഞെടുക്കുവാൻ അവളിൽ കണ്ട ശ്രേഷ്ഠത എന്താ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ അമ്മയുടെ ഭംഗിയോ തടിമിടുക്കോ കഴിവുകളോ കുടുംബ പാരമ്പര്യമോ ഒന്നും തന്നെയല്ല. ഒരു സാധാരണ പെൺകുട്ടി, ഒരു സാധാരണ പെൺകുട്ടി. എന്നാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാമത്തെ വചനത്തിൽ എന്താ ദൈവത്തിന് ആത്മാവ് തരുന്ന ആലോചന? അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. തന്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിക്കുകയാണ്. വീണ്ടും 51-ാം വചനത്തിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ലൂക്കായുടെ സുവിശേഷം 1:51 അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവർ ആരെല്ലാം അഹങ്കരിച്ചുവോ, ഹൃദയത്തിൽ വിചാരിച്ചിട്ടുള്ളോ, അവരെല്ലാം ചിതറിക്കപ്പെട്ടു. ഇന്ന് നമ്മുടെ പല നാശത്തിനും തകർച്ചയ്ക്കും പരാജയത്തിനും കണ്ണുനീരിനും കഷ്ടപ്പാടിനും ഒരു പ്രധാന കാരണം നമ്മൾ എവിടെയൊക്കെ വെച്ച് അഹങ്കരിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരുണയെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ദൈവം നൽകിയ ദാനത്തെ നമ്മൾ ചവിട്ടിക്കളഞ്ഞു. നമ്മുടെ സ്വന്തം ബുദ്ധിയിലെ, നമ്മുടെ കഴിവുകളിലെ, നമ്മുടെ സംവിധാനങ്ങളിലെ, നമ്മുടെ ആരോഗ്യത്തിലെ, നമ്മുടെ സമ്പത്തിലെ, നമ്മുടെ ബിസിനസ്സിലെ, നമ്മുടെ ജോലിയിലെ, നമ്മുടെ വരുമാന മാർഗങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ആശ്രയിച്ചു പോയി, അഹങ്കരിച്ചു പോയി. പലപ്പോഴും ഈ അഹങ്കാരമാണ് പല ജീവിതങ്ങളെയും തകർച്ചയിലെത്തിച്ചത്, പല കുടുംബങ്ങളെയും പരാജയത്തിലെത്തിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് ആലോചന തരിക, അനുദപിക്കുക, എളിമപ്പെടുക. നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുവാൻ മതിയായവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിച്ചോ? പൂർണ്ണമായിട്ട് വിശ്വസിച്ചോ? അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഈ സത്യമാണ് പത്രോസ് അപ്പോസ്തലൻ സഭയെ വീണ്ടും പഠിപ്പിക്കുന്നത്. പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ആ വചനങ്ങൾ ശ്രദ്ധിക്കാം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന് ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവത്തിന് ശക്തമായ കരത്തിൻ കീഴെ, ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കിയേ, താഴ്മയോടെ നിൽക്കുക. നമ്മുടെ റോൾ അതാ, നമ്മുടെ ഉത്തരവാദിത്തം അതാ. ദൈവം നമ്മോട് പറയുന്ന റെസ്പോൺസിബിലിറ്റി അതാണ്. കർത്താവിന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴെ താഴ്മയോടെ നിൽക്കണം. താഴ്മയോടെ എളിമപ്പെട്ട് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഞെരുങ്ങേണ്ടി വരും. അസ്വസ്ഥരാകരുത്. കർത്താവിന്റെ പ്ലാനിൽ നിന്ന് മാറിപ്പോകരുത്. കർത്താവിന്റെ ഹിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. താഴ്മയോടെ 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 നിൽക്കുമ്പോൾ നമ്മൾ ഉയർത്തുവാൻ, നമ്മളെ വളർത്തുവാൻ, നമ്മെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ കർത്താവിന്റെ കയ്യിൽ ഒരു സമയമുണ്ട്. കൈറോസ്, ദൈവം ഇടപെടുന്ന സമയം. എ ഗ്ലോറിയസ് ഡേ, ഒരു മഹത്വത്തിന്റെ സമയം കർത്താവിന്റെ കൈകളിലുണ്ട്. തക്ക സമയത്ത് കർത്താവ് ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എളിമയിലോട്ട് വരണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ കർത്താവെ അഹങ്കരിച്ചു പോയിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് അനുദപിക്കുവാൻ നമുക്കിന്ന് കഴിയണം. ഞാൻ ആ വചനഭാഗം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ജെറമിയ പ്രവചനം 50-ാം അധ്യായം 31-32 വചനങ്ങൾ നിങ്ങൾ എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കി വായിക്കണം. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സങ്കടപ്പെടുന്ന ഒരു വലിയ തിന്മയാണ് പ്രിയപ്പെട്ടവർ അഹങ്കാരം. കർത്താവിന്റെ ഹൃദയം കീറിമുറിക്കപ്പെടുന്ന ഭയങ്കരമായ തിന്മയാണ് അഹങ്കാരം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ കർത്താവുമായ ദൈവം അരുളി ചെയ്യുന്നു. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് എതിരായാൽ
നമ്മുടെ കാര്യം എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും എതിര് നിൽക്കാൻ പറ്റത്തില്ല. ആ സത്യം നമുക്കറിയാം. എന്നാൽ കർത്താവ് എതിരായാലോ? നമ്മൾ മന്ത്രവാദം ചെയ്യണ്ട, കൂടോത്രം ചെയ്യാൻ പോകണ്ട, ആഭിചാര പ്രവർത്തികൾ ചെയ്യണ്ട, നമ്മൾ വ്യഭിചാരം ചെയ്ത് നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കണ്ട. ഹൃദയത്തിൽ അഹങ്കാരം വന്നാൽ മതി. അഹങ്കാരത്തിന്റെ വാക്കുകള്, അഹങ്കാരത്തിന്റെ ഭാവങ്ങള്, അഹങ്കാരത്തിന്റെ പ്രവർത്തികള്, അഹങ്കാരത്തിന്റെ ചിന്തകള് നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടാൽ ദൈവം നമുക്കെതിരായി മാറുമെന്ന് കർത്താവിന്റെ സത്യവചനം നമ്മെ അറിയിക്കുകയാണ്. ഇന്ന് അനേകരുടെ ജീവിതങ്ങളിൽ കൃപ തടസ്സപ്പെട്ടു പോകുന്നത്, അനുഗ്രഹം തടയപ്പെട്ടു പോകുന്നത് ഒരു വലിയ മാരകഭാവം ചെയ്തിട്ടൊന്നല്ല, ബ്ലൂ ഫിലിം കണ്ടിട്ടോ, അല്ലെങ്കിൽ അശുദ്ധമായ പാപങ്ങളിൽ വ്യാപരിച്ചിട്ടോ, വ്യക്തിയെ ചില കൊലപാതകം നടത്തിയിട്ടോ, ബാങ്ക് കവർച്ച ചെയ്തിട്ടോ, സ്വർണ്ണക്കള്ളക്കടത്ത് ചെയ്തിട്ടോ ഒന്നും തന്നെയല്ല. അഹങ്കാരമാണ്. മൂലപാപങ്ങളിൽ ഒന്നാണ് അഹങ്കാരം. ദൈവത്തിന്റെ വചനം പറയാണ്. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലനോട് ദൈവം പറയുന്നത് 4-ാം അധ്യായം 10-ാം വചനത്തിൽ എന്താ യാക്കോബ് ശ്ലീഹയോട് കർത്താവ് അറിയിക്കുന്നത്? നിങ്ങൾ താഴ്മയോടെ നിൽക്കണം കർത്താവിന്റെ സന്നിധിയിൽ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവ് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയാ! എത്ര അത്ഭുത വചനമായത്. താഴ്മയോടെ കർത്താവ് ഉയർത്തൂതേ. സംശയമുണ്ടോ? ഉണ്ടോ? സംശയമുണ്ടോ? സഹോദര, സംശയമുണ്ടോ? സഹോദരി, സംശയമുണ്ടോ? സംശയിക്കണ്ട. ഇത് കർത്താവിന്റെ സത്യവചനമാണ്. കർത്താവ് കള്ളം പറയത്തില്ല. നമ്മെ പോലെയല്ല കർത്താവ്. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. താഴ്മയോടെ നിന്നാൽ ഞാൻ ഉയർത്തിക്കൊള്ളാമെന്ന് കർത്താവ് വാക്ക് തരികയാണ്, ഉറപ്പ് തരികയാണ്. അങ്ങനെ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദാണ്. വെറും ഇടയച്ചെറുക്കനായിരുന്നു. അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന വെറും ഒരു ഇടയച്ചെറുക്കൻ. ഈ ഇടയച്ചെറുക്കൻ, അവന്റെ പ്രത്യേകത എന്താണെന്നറിയാം? അവൻ നല്ല താഴ്മയുള്ളവനാ. വചനം പഠിപ്പിക്കുന്നുണ്ട്. ഈ താഴ്മ ഇസ്രായേൽ മുഴുവന്റെ രാജാവായി ഉയർത്തപ്പെടുവാൻ ദാവീദിനെ മുഖാന്തരമാക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 24-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. ആ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. സാവൂൾ രാജാവ് ഒരു വേട്ടപ്പട്ടിയെ പോലെ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ദാവീദിനെ പുറകെ പാഞ്ഞു വരികയാണ്. ഈ സമയത്ത് ദൈവത്തിന് തിരുമുൻപിൽ സാവൂൾ അല്ല രാജാവ്, ദാവീദാണ് രാജാവ്. താൻ ഇസ്രായേലിന്റെ രാജാവാണെന്ന് വ്യക്തമായിട്ട് ദാവീദിന് അറിയാമായിരുന്നിട്ടും തന്നെ കൊല്ലുവാൻ വേണ്ടി തനിക്കെതിരെ വരുന്ന സാവൂളിനെ നോക്കിക്കൊണ്ട് എന്താണ് ദാവീദ് പറഞ്ഞത്? 24-ാം അധ്യായം 14-ാമത്തെ വചനം ശ്രദ്ധാപൂർവം വായിച്ച് ദാവീദ് ചോദിക്കുകയാണ്, ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാണ് അങ്ങ് അനുധാവനം ചെയ്യുന്നത്? ചത്ത പട്ടിയെയോ ഒരു ചെള്ളിനെയോ? ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു. ദാവീദ് പറയാ, അല്ലയോ സാവൂൾ രാജാവേ, അങ്ങ് എന്തിനാണ് ഇത്രയും തിടുക്കത്തിൽ എന്നെ തേടി പുറപ്പെട്ടിരിക്കുന്നത്? ഞാനൊരു ചത്ത പട്ടിയല്ലേ? ഞാനൊരു ചെള്ളല്ലേ? തന്റെ നിസ്സാരത, തന്റെ ദുർബലത, തന്റെ ബലഹീനത ദാവീദ് ഏറ്റു പറയാ. നമ്മെ ആരെങ്കിലും ചത്ത പട്ടി എന്ന് ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് എത്ര പേർക്ക് കൃപയുണ്ടെന്ന് മനസ്സിലാവും. എത്ര പേർക്ക് കൃപയുണ്ടെന്ന് മനസ്സിലാവും. എത്ര പേരിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ഭാര്യ ആവട്ടെ, ഭർത്താവാകട്ടെ, പ്രിയപ്പെട്ടവരാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ, നമ്മൾ വേദനിപ്പിച്ചവരാകട്ടെ, ചതിക്കുന്നവർ ആര് തന്നെ ആവട്ടെ, എടാ ചത്ത പട്ടി, നീ ഒരു ചത്ത പട്ടിയല്ലടാ എന്ന് വിളിച്ചാൽ അപ്പോ നമ്മളിലുള്ള ഈഗോ സടകുടഞ്ഞെഴുതേൽക്കും. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. മുഖത്തിന് അടി വെച്ചാലും കുഴപ്പമില്ല. എടാ പട്ടി, അതും ചത്ത പട്ടി. ആലോചിച്ച് നോക്കി. ഞാനൊരു ചെള്ളല്ലേ? ചെള്ളേ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രാണിയെ ചെള്ള്. ദാവീദ് പറഞ്ഞു, ഞാനൊരു ചെള്ളല്ലേ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചില ആറ്റിറ്റ്യൂഡുകളാണ് കൃപയെ തടയുന്നത്. നമ്മുടെ ചില മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കി കളയുന്നത്.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പലപ്പോഴും തടസ്സപ്പെടുത്തി കൊണ്ടുപോകുന്നത് നമ്മുടെ ചില മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളുമാണ്. ദാവീദ് താഴ്മയുള്ളവനായി ഇടയെ ചെറുക്കാൻ ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി മാറുകയാണ്. ഹംബിൾ ആറ്റിറ്റ്യൂഡ്. കൃപ സ്വീകരിക്കണോ? കൃപ സ്വീകരിക്കും. ഇങ്ങനെ പോയാൽ മതിയോ? എൻ്റെ സഹോദരൻ, കൃപ വേണ്ടേ? അഭിഷേകം വേണ്ടേ? കർത്താവിന്റെ ജ്ഞാനം വേണ്ടേ? കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം വേണ്ടേ? ഇതെല്ലാം നമുക്ക് ലഭ്യമാകണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളായി മാറണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തീയുള്ള കുഞ്ഞുങ്ങളായി മാറണമെങ്കിൽ, നമ്മുടെ തകർച്ചകളിൽ, നൊമ്പരങ്ങളിൽ, കഷ്ടതകളിൽ കർത്താവിന്റെ അഭിഷേകം ഇറങ്ങി വസിക്കണമെങ്കിൽ, യെസ്, നമ്മൾ താഴ്മയുള്ളവരാകണം. ഒന്നും എന്റേതല്ല, എല്ലാം കർത്താവിൻ്റെതാണ്. നമ്മൾ പാടുന്നില്ലേ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ആ ബോധ്യത്തോടെ വരികളൊന്ന് പാടിയേ. നിന്നതല്ല നാം, ആരാ നിർത്തിയത്? നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നേടിയതല്ല ദൈവമെല്ലാം. ഇതെല്ലാം ഈ സെറ്റപ്പുകളും ഈ സംവിധാനങ്ങളും ഈ സൗകര്യങ്ങളും ഈ ബുദ്ധിയും ഈ ആയുസ്സും ഈ ആരോഗ്യവും എല്ലാം ആരാ തന്നത്? ദൈവമായ കർത്താവല്ലേ. എവരിതിങ് ബിലോങ്സ് ടു ദ ലോർഡ്. എല്ലാം കർത്താവിൻ്റെതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒന്നും നമ്മുടേതല്ല. നമ്മുടേതാണ് നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോയാൽ അത് നമുക്ക് കെണിയായി മാറുമെന്നാണ് തിരുവചന സത്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോസ്തലൻ എഴുതിയ ഒരു വചനം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15:10 അവിടെ എന്താ പൗലോസ് പറയുന്നത്? എളിമയോടെ താഴ്മയോടെ പൗലോസ് ഏറ്റു പറയാ, ഞാൻ എന്തായിരിക്കുന്നവോ അത് എൻ്റെ വിദ്യാഭ്യാസത്തിലാണ്, ഞാൻ എന്തായിരിക്കുന്നു അത് എൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ടാണ്, ഞാൻ എന്തായിരിക്കുന്നു അത് എൻ്റെ സൗന്ദര്യത്താലും ആൾബലത്താലുമാണ്. ഇതൊന്നല്ല പൗലോസ് പറഞ്ഞത്. ബൈ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാൻ ഒന്നുമല്ല, നത്തിങ്. ഞാൻ വട്ടപൂജ്യമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് എൻ്റെ കർത്താവിൻ്റെ കൃപയാലാണ്. ജീസസ്. ഇതാണ് പൗലോസിനെ പൗലോസാക്കി മാറ്റിയത്. എൻ്റെ സഹോദരങ്ങളെ, താഴ്മയിലോട്ട് വരാം. അവിടെ കൃപ വർഷിക്കപ്പെടും. അവിടെ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാകും. മൂന്നാമത് എന്താ അവിടെ സംഭവിച്ചത്? നമുക്ക് അവസാന ഭാഗത്തേക്ക് വേഗത്തിൽ വരാം. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 23-ാമത്തെ തിരുവചനമാണ്. ഈ സിനഗോഗ് അധികാരി വലിയ അധികാരിയാണ്, ഉന്നത പദവിയുള്ള മനുഷ്യൻ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞ് കാൽക്കൽ വീണ് എന്താണ് കർത്താവിനോട് പറയുന്നത്? എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. വേറെ ആർക്കും അവളെ ജീവിക്കാൻ പറ്റത്തില്ല. മെഡിക്കൽ സയൻസ് കൈയൊഴിഞ്ഞു, എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു, സയൻസ് മുഴുവൻ അവളെ കൈയൊഴിഞ്ഞു. കർത്താവായ യേശുവേ, അങ്ങേക്ക് മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. എ ബിലീവിംഗ് ആറ്റിറ്റ്യൂഡ്, വിശ്വസിക്കുന്നൊരു മനോഭാവം. ബിലീവ്. വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്, വലിയ പവറാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ മാർക്കോസിന് സുവിശേഷം 9:23 എന്താണ് യേശു പഠിപ്പിച്ചത്? വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പൊ അതിനെല്ലാവരും ശ്രദ്ധിച്ച്, യേശു പറഞ്ഞു കഴിയുമെങ്കിലൊന്നോ, വിശ്വസിക്കുന്നവൾക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പൊ അതിനൊന്ന് ഏറ്റു പറഞ്ഞേ,
വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ഇരുന്ന് വിശ്വാസത്തോടെ ഈ വചനം വെളിപാടായി നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിതമാകണം. ഒരുമിച്ചേറ്റു പറഞ്ഞേ, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉറപ്പാണോ? ഒരു അമ്മച്ചി ഞാൻ ആത്മാവിൽ കാണുന്നു. അമ്മച്ചി ഉറപ്പാണോ? വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും സാധിക്കുമോ? പിന്നെ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കണേ? എന്തെങ്കിലും പ്രയാസപ്പെട്ടിരിക്കണേ? ഇത് കർത്താവിന്റെ വാക്കുകളാണ്. ജീവനുള്ള ദൈവത്തിന്റെ വചനം, സൃഷ്ടിക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ വചനം. ജീസസ് അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14:1 കർത്താവ് പറഞ്ഞത്, ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവിന് മേൽ താഴ്മയോടെ പ്രാർത്ഥിച്ചു, കർത്താവെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വിശ്വാസത്തിലേക്ക് കർത്താവേ ഞങ്ങളെ വളർത്തണമേ എന്ന് എത്ര പേർക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റും? നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ദൈവത്തിന്റെ വചനം പറയാ, ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ വിശ്വസിക്കുക. ജൈറോസ് വിശ്വസിച്ചു. യേശു അവന്റെ കൂടെ പോവുകയാണ്. ആ ഭാവന കണ്ടു നോക്കി. കർത്താവിന് തിടുക്കമായി. ഇതാണ് കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ച് ജൈറോസ് ഈശോയുടെ അരികിലോട്ട് വന്നു. താഴ്മയോടെ കർത്താവിനെ കാൽക്കൽ വീണ് നിലവിളിക്കുകയാണ്. അവൻ വിശ്വാസത്തോടെ ഏറ്റുപറയാണ്, കർത്താവ് നിനക്ക് മാത്രമേ ഇനി പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഉടനെ കർത്താവ് എന്താ പറഞ്ഞത്? ജൈറോസെ, ഞാൻ അല്പം ബിസിയാണെന്നാണോ? നീ നാളെ വായോ. അവനിട്ട് വട്ടം കറക്കുകയാണ് ചെയ്തത്. ഇതൊന്നുമല്ല ഈശോ ചെയ്തത്. 24 വചനം പറയുന്നുണ്ട്, യേശു അവന്റെ കൂടെ പോയി. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ കർത്താവിന്റെ സ്വഭാവം. നമ്മുടെ കണ്ണുനീര് മറികടന്നു പോകാൻ ഈശോയ്ക്ക് സാധിക്കത്തില്ല. നമ്മുടെ ഹൃദയവേദന അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവിന് പറ്റത്തില്ല. നമ്മുടെ ഹൃദയത്തിന്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും കാണാതെ പോകാൻ യേശുക്രിസ്തുവിന് കഴിയുകയില്ല. അവൻ ജീവിക്കുന്ന, ജീവനുള്ള, നമ്മെ കരുതുന്ന ദൈവമാണ്. യേശു അവന്റെ കൂടെ പോയി. ഇങ്ങനെ പോണ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജൈറോസിന്റെ വീട്ടിൽ നിന്ന് അവന്റെ ഭൃത്യന്മാര് വന്ന് പറയാണ്, മാർക്കോസ് 5:35 ഗുരുവിന് ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട, മകൾ മരിച്ചുപോയി, അവൾ ഈ ലോകം വിട്ട് യാത്രയായി, നിന്റെ മകൾ മരിച്ചുപോയി. ഇത് യേശു കേട്ടപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഇതാണ് അവസാന വാക്ക്, ദൈവത്തിൻ്റെതാണ്. മനുഷ്യര് പറയുന്നതല്ല, ഡോക്ടർമാര് പറയുന്നതല്ല, നേഴ്സുമാര് പറയുന്നതല്ല, നാട്ടുകാര് പറയുന്നതല്ല, നമ്മളെ ചതിച്ചവര് പറയുന്നതല്ല, നമ്മുടെ നാശം ആഗ്രഹിക്കാൻ പറയുന്നവരല്ല, പിശാച് പറയുന്നതല്ല. ദൈവം പറയുന്ന വാക്കുകളിൽ, ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളിൽ നീ വിശ്വസിച്ചാൽ അവിടെയാണ് അത്ഭുതം, അവിടെയാണ് വിടുതൽ, അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങള്. നിന്റെ മകൾ മരിച്ചുപോയി എന്ന് യേശു കേട്ടപ്പോൾ യേശു എന്താ പറഞ്ഞത്? മാർക്കോസിന്റെ സുവിശേഷം 5:36 അത് കേട്ട് യേശു അധികാരിയോട് പറഞ്ഞ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ സഹോദരി സഹോദരങ്ങളെ, എന്താ കർത്താവ് പറഞ്ഞത്? എക്സ്ക്യൂസ് മീ ജൈറോസ്, നമ്മൾ ലേറ്റ് ആയി പോയി, നീ കുറച്ച് നേരത്തെ വരണ്ടേ? അങ്ങനെയാണോ പറഞ്ഞേ? അത് നമ്മൾ പറയും. കർത്താവ് ഓൾമൈറ്റിയാണ്, സർവശക്തനാ, അവിടത്തേക്ക് കഴിയാത്തത് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ലേറ്റ് ആയി പോയി എന്നല്ല ഈശോ പറഞ്ഞത്. ജൈറോസ്, നീ ഭയപ്പെടേണ്ട, നീ അസ്വസ്ഥപ്പെടേണ്ട. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000 കർത്താവ് പറയാ, നീ അസ്വസ്ഥപ്പെടേണ്ട. നിന്നെ ഭാരപ്പെടുന്ന പ്രയാസങ്ങളുണ്ട്, നിന്നെ വേദനിപ്പിക്കുന്ന ചില തകർച്ചകളുണ്ട്, നിന്നെ അസ്വസ്ഥമാക്കുന്ന ചില വിഷയങ്ങളുണ്ട്. മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. വിശ്വസിക്കുക, ബിലീവ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇതാണ് കർത്താവിന്റെ വചനം. ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്. നമ്മൾ പാടുന്നില്ലേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ,
ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി ഈശോയേ, എനിക്കതു മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ, കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. യേശുവിന്റെ വാക്ക്, ക്രിയേറ്റീവ് പവർ. ഭയപ്പെടേണ്ട, ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്, ഇതൊരു പ്രവചന ദൂതാണ്. അഭിഷേകക്കാർ ഇത് ഏറ്റെടുത്ത് പ്രാപിച്ചു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. മക്കളെ കുറിച്ച്, വീടിനെ കുറിച്ച്, ജോലിയെ കുറിച്ച്, വിവാഹം നടക്കാത്തതിനെ കുറിച്ച്, മക്കളില്ലാത്തതിനെ കുറിച്ച്, വിട്ടുമാറാത്ത ചില രോഗപീഠകളെ കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട. വിശ്വസിക്കുക, ഞാൻ പ്രവർത്തിക്കും. ചുമ്മൊരു വെറും വാക്ക് പറഞ്ഞ് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. 39, 40, 41 വചനങ്ങളിലോട്ട് വരണം. യേശു വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ കുഴിലൊത്തുകാരും കരയാൻ ഉള്ള കുറെ കരച്ചിൽ തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. കർത്താവിന്റെ ഭാഷ അവർക്ക് മനസ്സിലായില്ല. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ വാക്യം 40, 5:40 എന്താ വചനം കാണുന്നത്? അവർ അവനെ പരിഹസിച്ച്. ലോകത്തിന് കർത്താവിന്റെ ഭാഷ മനസ്സിലാവില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർക്ക് യേശുവിന്റെ ഭാഷ മനസ്സിലാവത്തില്ല. ദൈവിക ജ്ഞാനമില്ലാത്തവർക്ക് കർത്താവ് പറയുന്ന വാക്കുകളുടെ മർമ്മങ്ങൾ, പൊരുളുകൾ മനസ്സിലാവത്തില്ല. യേശുവിനെ അവർ ഇത് തന്നെ ഇന്ന് ലോകം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ, മറ്റ് മാധ്യമങ്ങളിലൂടെ കർത്താവിന്റെ വാക്കുകളെ, കർത്താവിന്റെ വചനങ്ങളെ, കർത്താവിന്റെ സഭയെ ചവിട്ടിക്കളയുന്നുണ്ടെങ്കിൽ, അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, അപഹസിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവർ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ല. കർത്താവ് ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. അവർ യേശുവിനെ പരിഹസിച്ചു. കർത്താവ് ബോൾഡാണ്. കർത്താവ് എന്താ ചെയ്തത്? ആ പരിഹസിച്ചവരെല്ലാം പുറത്താക്കി. കാരണം ഈശോയ്ക്ക് മനസ്സിലായി, ഇവരുടെ അവിശ്വാസം ദൈവപ്രവൃത്തിയെ തടയും. ഇവരുടെ വിശ്വാസ രാഹിത്യം ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നത് ഈശോ മനസ്സിലാക്കി. പലപ്പോഴും കൃപയെ തടസ്സപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ തടയുന്നത് നമ്മുടെ വിശ്വാസക്കുറവാണ്. നമ്മുടെ അവിശ്വാസവും സംശയവും അല്പവിശ്വാസവുമാണ്. പരിഹസിച്ചവരെയെല്ലാം എന്ന് പറഞ്ഞ വിശ്വാസമില്ലാത്തവരെയെല്ലാം യേശു പുറത്താക്കി. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി കാണണമെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദൈവിക വ്യവസ്ഥയാണ് വിശ്വാസം. വിശ്വാസം, വിശ്വാസം, വിശ്വാസം. കർത്താവ് എന്താ ചെയ്തത്? 41 വചനം നമുക്ക് ശ്രദ്ധിക്കാം. 5:41 എന്താ കർത്താവ് ചെയ്തത്? അവൻ അവളെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലികെ എഴുന്നേൽക്കുന്നർത്ഥമുള്ള തലിത്താക്കും, തലിത്താക്കും എന്ന് പറഞ്ഞു. ബാലിക എഴുന്നേൽക്ക്. കർത്താവ് ജീവന്റെ നാഥൻ കൈക്ക് പിടിച്ചപ്പോൾ മരണം മാറി, ജീവൻ വ്യാപരിച്ചു. ഹല്ലേലൂയ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. തലിത്താക്കും, ബാലികെ എഴുന്നേൽക്കൂ. ക്രിയേറ്റീവ് പവർ. കർത്താവിന്റെ വചനം അതിവേഗത്തിൽ പാഞ്ഞു വന്ന് മരണത്തെ ആട്ടിപ്പായിച്ച് ജീവൻ വ്യാപരിക്കുകയാണ്, ജീവൻ വെളിപ്പെടുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. 42 വചനത്തിൽ എന്താണ് ദൈവത്തിന്റെ ജീവനുള്ള വചനം പറയുന്നത്? തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. അവൾ എഴുന്നേറ്റ്. അത്ഭുതപ്പെട്ടു അവളുടെ അപ്പനും അമ്മയും. ഞാൻ ഈ പരിഹസിച്ചവരെ ഓർത്തത് അവരുടെ അവസ്ഥ എന്തായി കാണും? നമുക്ക് മനസ്സിലാകുന്നതിൽ മിണ്ടാതിരുന്നാ മതി പ്രിയപ്പെട്ടവരെ. വെറുതെ ന്യായവിധി വാങ്ങി വെക്കരുത്. തൽക്ഷണം അവൾ ചാടി എഴുന്നേറ്റു. മരണം മാറി, ജീവൻ വെളിപ്പെടുകയാണ്. അവസാന വാക്ക് ദൈവത്തിൻ്റെതാണ്. ആ കുഞ്ഞിന് ജായിറോസിന്റെ കരങ്ങളിൽ ശേൽപ്പിച്ചു കൊടുക്കുക.
മരണവീട് ആനന്ദ വീടായിട്ട് മാറി. കൂട്ടക്കരച്ചിലിന്റെ വീട് കൃപയുടെയും അഭിഷേകത്തിന്റെയും ഭവനമായിട്ട് മാറി. കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയെല്ലാം ഇതാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ സംഭവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വിശ്വസിക്കാം. അവസാന വാക്ക് മനുഷ്യൻ്റെതല്ല, ദൈവമായ കർത്താവിൻ്റെതാണ്. നിരാശപ്പെട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ട്, ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ, ഈ തകർച്ച ഞങ്ങളെ കുടുംബത്തെ നശിപ്പിക്കും, കുടുംബമായി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ്, ഈ ജീവിതം ഇങ്ങനെ അധികം മുന്നോട്ട് പോകത്തില്ല, ഈ ഭാര്യ ഈ ഭർത്താവ് ഇവളെ കൊണ്ട് ഇനി അധികം ജീവിക്കാൻ പറ്റത്തില്ല, ഈ പ്രതിസന്ധി എന്നെ നശിപ്പിച്ച് കളയും, എൻ്റെ മക്കൾ മൂലം ഞാൻ അപമാനിക്കപ്പെടും. ഇങ്ങനെ 100 നെഗറ്റീവായ ചിന്തകൾ എൻ്റെ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ സമയം അത് കർത്താവ് തിരുത്തി കുറിക്കുകയാണ്. എല്ലാ നെഗറ്റീവ് എനർജിയിൽ നിന്നും യേശു നിന്നെ വിമോചിപ്പിക്കുകയാണ്. അവസാന വാക്ക് മനുഷ്യൻ്റെതല്ല, ദൈവത്തിൻ്റെത്. ഇത് ചങ്കിലേക്ക് ഏറ്റെടുക്ക്, ചങ്കിലേക്ക് ഏറ്റെടുക്ക്. ഇതൊരു വെളിപാടായി നീ ഏറ്റെടുക്ക്. അവസാന വാക്ക് മനുഷ്യൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. നിനക്ക് വിജയം തരാൻ, നിനക്ക് സൗഖ്യം തരാൻ, നിനക്ക് അഭിവൃദ്ധി തരാൻ, നിനക്ക് വളർച്ച തരാൻ, നിനക്ക് ഉയർച്ച തരാൻ കർത്താവായ യേശുവിന് കഴിയും.